പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി. തകർന്നടിഞ്ഞതോടെ പാർട്ടിക്കുള്ളിൽ നേതൃത്വത്തിനെതിരെ കലാപത്തിന് വഴിയൊരുങ്ങി. സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ വൻ പരാജയമാണെന്ന മുഖ്യ ആയുധവുമായി എതിർചേരി രംഗത്തിറങ്ങും. ശോഭാ സുരേന്ദ്രനെ മത്സരിപ്പിക്കാത്തതും സന്ദീപ് വാര്യരെ അവഗണിച്ച് പുറത്താക്കിയതും ബി.ജെ.പി. നേതൃത്വത്തിന്റെ പിടിവാശിയായിരുന്നു. കെ സുരേന്ദ്രൻ പാർട്ടി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറണമെന്ന നീക്കത്തിൽ കുറഞ്ഞതൊന്നും എതിർക്കുന്നവർക്ക് മുന്നിലില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശ്രീധരൻ സാർക്ക് വലിയൊരു മുന്നേറ്റം ഉണ്ടായിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് ഒരു 10, 15, 20 വോട്ടുകൾ എല്ലാ ബൂത്തിലും കുറഞ്ഞിട്ടുണ്ട്. അത് ശരിയാണ്. അത് അങ്ങനെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് മാത്രമല്ല. അത് അങ്ങനെയാണെങ്കിൽ തന്നെ ഞങ്ങളത് വിശദമായിട്ട് പരിശോധിക്കും. പാലക്കാട്ടെ പരാജയത്തോടെ പാർട്ടിക്കുള്ളിൽ തനിക്കെതിരായ നീക്കം ശക്തിപ്പെടുമെന്ന് കെ സുരേന്ദ്രന് നല്ല ബോധ്യമുണ്ട്. അത് മനസ്സിലാക്കിയുള്ള പ്രതിരോധമാണ് ആദ്യം പയറ്റുന്നത്. സി കൃഷ്ണകുമാർ പരാജയത്തിലേക്ക് കൂപ്പുകുത്താൻ തുടങ്ങിയതോടെ ബി.ജെ.പിയിലെ കെ സുരേന്ദ്രൻ വിരുദ്ധ ക്യാമ്പ് ഉണർന്നു തുടങ്ങി. പാലക്കാട് ശോഭാ സുരേന്ദ്രനെ മത്സരിപ്പിക്കണമെന്ന് പ്രവർത്തകർ അഭിപ്രായപ്പെട്ടിട്ടും വെട്ടാൻ കരുനീക്കിയത് കെ സുരേന്ദ്രനാണെന്ന സന്ദേശം പ്രവർത്തകർക്കിടയിൽ പരക്കുകയാണ്. ശോഭാ സുരേന്ദ്രന്റെ സീറ്റ് നിഷേധിച്ചു എന്നത് മാത്രമല്ല, കെ സുരേന്ദ്രനെതിരായ ചാർജ് ഷീറ്റ് സന്ദീപ് വാര്യരെ ബി.ജെ.പിയിൽ നിന്ന് പുകച്ചു പുറത്തു ചാടിച്ചു. ഇങ്ങനെ വിമർശനങ്ങളുടെ കൂമ്പാരം ബി.ജെ.പിയുമായി ബന്ധമുള്ള സോഷ്യൽ മീഡിയ പേജുകൾ കമന്റായും പോസ്റ്റായും പ്രചരിക്കുകയാണ്. പാലക്കാട് തോറ്റെന്ന് മാത്രമല്ല, ബി.ജെ.പിക്ക് ഭരണമുള്ള പാലക്കാട് നഗരസഭയിൽ പാർട്ടി 2ാം സ്ഥാനത്തേക്ക് കൂപ്പുകുത്തിയത് കനത്ത തിരിച്ചടിയായി. മാത്രമല്ല, ശക്തി കേന്ദ്രങ്ങളിൽ പോലും കനത്ത പ്രഹരമാണ്. ഇതെല്ലാം കെ സുരേന്ദ്രന്റെ നേതൃത്വത്തിന്റെ പരാജയമാണെന്ന് എതിർപക്ഷം വിലയിരുത്തുകയാണ്. പാലക്കാട് പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങുന്ന അവസരത്തിൽ പാർട്ടിക്ക് വേണ്ടി ശബ്ദിച്ചിരുന്ന സന്ദീപ് വാര്യരെ അവഗണിച്ച് പുറത്താക്കിയതും കെ സുരേന്ദ്രന്റെ പിടിവാശിയായിരുന്നു. സന്ദീപ് വോട്ടെടുപ്പ് കഴിയുന്നതുവരെ പുറത്തു പോകാതിരിക്കാനുള്ള ശ്രമം പോലും സംസ്ഥാന നേതൃത്വം നടത്താത്തത് പരാജയത്തിന്റെ ആക്കം കൂട്ടിയെന്ന വിമർശനം ശക്തമാണ്. കെ സുരേന്ദ്രനെതിരെ ബി.ജെ.പിയുടെ ഔദ്യോഗിക സോഷ്യൽ മീഡിയ പേജിലടക്കം വ്യാപക പ്രതിഷേധമാണ്. കെ സുരേന്ദ്രനെതിരായ നീക്കം തുറന്നു കാട്ടുന്ന പ്രവർത്തകർക്കിടയിൽ പ്രചരിക്കുന്ന ഒരു സന്ദേശം ഞാൻ വായിക്കാം. പാർട്ടി ആവശ്യപ്പെട്ടതനുസരിച്ച് കുമ്മനം രാജശേഖരൻ പാലക്കാട്ടെ സ്ഥാനാർത്ഥി ആരാകണമെന്ന് സർവേയിലൂടെ കണ്ടെത്തിയിരുന്നു. 90% പേരും പറഞ്ഞത് ശോഭാ സുരേന്ദ്രന്റെ പേരാണ്. ഇങ്ങനെ തുടങ്ങി ശോഭാ സുരേന്ദ്രനെ കെ സുരേന്ദ്രൻ കാലുവാരിയെന്നും കൃഷ്ണകുമാറിനെ സീറ്റ് വാങ്ങിക്കൊടുത്തുവെന്നുമാണ് പ്രതിഷേധം. അതായത് കെ സുരേന്ദ്രന്റെ തലയ്ക്കായാണ് മുറവിളി. സംസ്ഥാന ബി.ജെ.പിയിൽ നേതൃമാറ്റം വരാനിരിക്കുകയാണ്. കെ സുരേന്ദ്രനെതിരെ നീക്കം തുടങ്ങിയ പാർട്ടിയിലെ എതിർചേരിക്ക് സുരേന്ദ്രനെ മാറ്റണമെന്നതിൽ കുറഞ്ഞൊന്നുമില്ല. പാലക്കാട് ബി.ജെ.പി. വിജയിച്ചിരുന്നെങ്കിൽ അടുത്ത തദ്ദേശ തെരഞ്ഞെടുപ്പ് വരെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് തുടരാൻ കെ സുരേന്ദ്രന് കരുത്ത് കിട്ടുമായിരുന്നു. പാലക്കാട്ടെ ദയനീയ പരാജയത്തോടെ വി മുരളീധര പക്ഷത്തിന് പാർട്ടിയിൽ പിടിച്ചു നിൽക്കാൻ ഇനി പ്രയാസമാണ്. തൃശൂരിലെ സുരേഷ് ഗോപിയുടെ വിജയം അദ്ദേഹത്തിന്റെ പ്രതിച്ഛായയ്ക്കുള്ള അംഗീകാരമായിട്ടാണ് രാഷ്ട്രീയ എതിരാളികൾ വ്യാഖ്യാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു രാഷ്ട്രീയ വിജയത്തിനുള്ള അവസരമാണ് പാലക്കാട് ബി.ജെ.പിക്ക് നഷ്ടമായത്. പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.